ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പം ഇപ്പോൾ ഞങ്ങൾ ഗോകർണയിലാണ്. ഗോകർണയുടെ ഫസ്റ്റ് വീഡിയോ ഫുള്ളായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാനൊരു ഫസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് ഇടുന്നതായിരിക്കും. കാരണം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടെന്ന് വിചാരിക്കുന്നു. ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെന്ന് വിചാരിക്കുന്നു, ഇട്ടിട്ടില്ലെങ്കിൽ ഓക്കെ, ലീവ് ഇറ്റ്. ആൻഡ് ഇപ്പോൾ ഞങ്ങളുള്ളതെന്ന് വെച്ചാൽ ഗോകർണയിലാണ്. ആൻഡ് ഞങ്ങൾ ഇന്നൊരു ബീച്ച് ട്രക്കിങ്ങിന് പോകാൻ പോവാണ്. ഏകദേശം ഒരു 7 കിലോമീറ്റേഴ്സ്. ആക്ച്വലി രാവിലെ 7:30 ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കാരണം എല്ലാവരും റെഡിയായിട്ട് വരുന്നതേ ഉള്ളൂ. നമുക്കൊരു റൂമായിരുന്നു, അപ്പോൾ എല്ലാവരും കൂടി റെഡിയായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങും. അപ്പം ഇന്നത്തെ ഫുൾ വീഡിയോ എന്ന് വെച്ചാൽ ബീച്ച് ട്രക്കിങ്ങാണ്. ബീച്ച് ട്രക്കിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 ബീച്ച് എന്തോ ഉണ്ട്. കുഡ്ലൈ ബീച്ച് ടു ബലക്കൻ ബീച്ച്, അപ്പം ആ പോകുന്ന വഴി ഓം ബീച്ചുണ്ട്, പാരഡൈസ് ബീച്ചുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനൊരു ഡേ ആണ് ഇന്ന്. ട്രക്കിങ്ങിനിടയ്ക്ക് ഞാൻ എന്ത് വ്ളോഗാണ് എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. നല്ല കാട്ട വെയിലാണ് ഇവിടെ. ഇന്നലെ ഫുള്ള് വെയിൽ കൊണ്ടിട്ട് നല്ല തലവേദനയുണ്ട്. അപ്പം ഇന്ന് ഫുള്ള് വെയിലാണ്. ഇന്നലെ ബീച്ചിൽ കളിക്കുന്നതിൻ്റെ കൂടെ തൊപ്പിയെല്ലാം നനഞ്ഞു. അതുകൊണ്ട് ഇന്ന് തൊപ്പി വെക്കാൻ പറ്റത്തില്ല. പെട്ടിരിക്കുകയാണ്. എന്താ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. സോ ഇത് ഞങ്ങളിപ്പം ഞാൻ നിൽക്കുന്ന ഞങ്ങളുടെ സ്റ്റേയിലാണേ. സോ നല്ല കിടിലൻ വ്യൂ. അതെ, അവിടെ സീ ഒക്കെ ഉണ്ട്. സോ സംഭവം അടിപൊളി സ്റ്റേ ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ ആണ്. എന്താ അപ്പം അവരെല്ലാവരും കൂടെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു പട്ടിയുണ്ട് ഗൈസ്. ഹായ് ചോട്ടു, ഹായ് ഹായ്. ചിരിക്കുന്നുണ്ടോ? ആറി കിടന്നേക്കോളും. ഗൂഗിളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്നും മിസ്സാക്കല്ലേ. നീയല്ലേ ഇന്നലെ ഫുഡിന് കൊടുത്തേ? ഹായ്, ഹലോ ഷുടിയണ്ണ, ഹായ്. അങ്ങനെ 7:30 പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 8:30-9 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യൂ ആണ് ഞങ്ങളുടെ സ്റ്റേയുടെ മുമ്പിൽ നിന്ന് കാണാൻ പറ്റുന്നത്. മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേയിൽ ഞങ്ങളും പിന്നെ 2-3 ടീംസേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കോ ബഹളമോ ഒന്നും ഉണ്ടായില്ല. ഒരു പീസ്ഫുൾ സ്റ്റേ ആയിരുന്നു. ഹലോ ഗൈസ്, ഇന്ന് ഗോകർണ ഡേ 2. അല്ല, ഇതിൻ്റെ ഒരു കിടിലം വീഡിയോ സുധിച്ചേട്ടൻ എടുക്കുന്നുണ്ട്. ഡോക്യുമെൻ്ററി ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനൊന്നും പറയല്ലേ. അങ്ങനെ രാവിലെ 8:30 തന്നെ ഞങ്ങൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കുഡ്ലി ബീച്ചിൽ നിന്നും ബലക്കിൻ ബീച്ച് വരെ ഉള്ളൊരു കോസ്റ്റൽ ട്രക്കാണ്. ഞങ്ങൾ എടുത്ത സ്റ്റേ ആക്ച്വലി കുഡ്ലി ബീച്ചിന് ഏകദേശം അടുത്ത അറൗണ്ട് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുഡ്ലി ബീച്ച് എത്താൻ പറ്റുമായിരുന്നു. നല്ല കട്ട വെയിലത്ത് ട്രക്കിങ്ങിനോടൊപ്പം ഞാൻ എൻ്റെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. സമ്മർ ആയതുകൊണ്ട് തന്നെ രാവിലെ 8:30 ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിലായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ സൺസെറ്റ് കാണാൻ പോയൊരു സ്ഥലമില്ലേ, അത് ഈ വഴിയാണ് കയറി പോകുന്നത്. ആ കുന്നിൻ്റെ മണ്ടയ്ക്ക് കയറി പോയിട്ടാണ് ഞങ്ങൾ സൺസെറ്റ് കണ്ടത്. ആ സൺസെറ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ട്രെക്കിങ്ങിന് ആരെങ്കിലും കുഡ്ലി ബീച്ചിനടുത്താണ് സ്റ്റേ എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ പോയി സൺസെറ്റ് കാണണേ. ഇത് യൂഷ്വലി ഒരു ട്രെക്കിംഗ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലായിടത്തും ഈ സ്ഥലങ്ങൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായി. അങ്ങോട്ടേക്കുള്ള റൂട്ട് മോസ്റ്റ്ലി റോഡും അതേപോലെ മണ്ണ് വഴിയും ഒക്കെ ആയിരുന്നു. സോ ബിഗിനിങ് സ്ട്രെച്ച് ഭയങ്കര ഈസി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ടഫ് ഒന്നും അല്ലായിരുന്നു കേട്ടോ ആ കുഡ്ലി ബീച്ചിലേക്കുള്ള റോഡെന്ന് പറയുന്നത്. അതുകൊണ്ട് എൻജോയ് ചെയ്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. തിരിച്ചു കയറും. ഞങ്ങൾ ഈ നടന്നിറങ്ങി ചെല്ലുന്നത് കുഡ്ലി ബീച്ചിലേക്കാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിയർ ബൈ സ്റ്റേയിലൊക്കെ ഉള്ള കുറേ ആൾക്കാർ ആ ബീച്ചിൽ ഇറങ്ങി കുളിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഇറങ്ങി ചെല്ലുന്നത് ആ ബീച്ചിൻ്റെ ഒരു സൈഡിൽ നിന്നാണ്. ഈ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് അങ്ങറ്റം വരെ നടന്നു പോകണം. അപ്പോൾ അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായി. നമ്മളിപ്പോൾ ഫസ്റ്റ് ബീച്ചിൽ എത്തിയിട്ടുണ്ട്, കുഡ്ലൈ ബീച്ച്. സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. കുഡ്ലൈ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നടന്നതോ അങ്ങറ്റത്ത് പോകും. അങ്ങറ്റത്ത് പോയിട്ട് അങ്ങറ്റത്ത് പോയി അവിടെ പോയിട്ട് നമ്മൾ ഇവിടെ വരൂ. അവിടെ പോയിട്ട് നമ്മൾ എവിടെയോ കയറി പോകുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട്. ഞാൻ ഗിംബലിനകത്താണ് വ്ളോഗ് എടുക്കുന്നത്.
അങ്ങനെ നടന്ന് ആ ബീച്ചിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ട് ഈ ഒരു കാണുന്ന വഴിയാണ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ഓം ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് റൂട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റെപ്പാണ് ഗൈസ് ഫുള്ള് കയറാൻ പോകുന്നത്. ആ സ്റ്റെപ്പായി കയറി 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 ഒന്ന് മണ്ട് ചെല്ലണം. അപ്പം നമ്മളിവിടെയോ എത്തും, അടുത്ത സ്പോട്ടിലെത്തും. ബാക്കിൽ അവർ വരുന്നുണ്ട്, അതൊക്കെ കയറാം അല്ലെങ്കിൽ ക്ഷീണിച്ചു. ഈ സ്റ്റെപ്പ് കയറി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും എന്താ പറയുക, ഓം ബീച്ച് എത്തത്തില്ല കേട്ടോ. അവിടെ നിന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട്. ഞങ്ങൾ ആ വലിയ കയറ്റം കയറി ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ പോകുന്നത്. അടുത്ത എങ്ങോട്ടാടാ? യെസ്, അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഓം ബീച്ചിലേക്ക്. പക്ഷേ ഇത് ഇവിടുന്ന് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല, ചോദിച്ചു നോക്കാം. അവിടുന്ന് റൈറ്റും അല്ലായിരുന്നു ലെഫ്റ്റും അല്ലായിരുന്നു. അവിടെ ഇരിക്കുന്ന ഒരാളോട് ചോദിച്ചപ്പം ഇതിലേക്കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ആ ഷോർട്ട് കട്ട് കയറി. ഷോർട്ട് കട്ട് ഈസിലേക്ക് ഇങ്ങനത്തെ ഒരു റൂട്ടായിരുന്നു കേട്ടോ. ഫുള്ള് കല്ലൊക്കെ നിറഞ്ഞൊരു റൂട്ടായിരുന്നു. റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ എക്സ്ട്രാ നമ്മൾ കുറേ നടക്കണം. അതുകൊണ്ട് ഈ ഷോർട്ട് കട്ട് കയറി ഇവിടെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കി നിങ്ങളങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഓം ബീച്ച് എത്തും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഈ വഴി തന്നെ കയറി. നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? നമ്മളെത്തി ഓം ബീച്ച്. ഓം ബീച്ച് എത്തിയോ? ഓമിന്റെ ചിഹ്നത്തിലുള്ള ബീച്ച്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? പാരഡൈസ്. എൻ്റെ നേരത്തെ പറഞ്ഞ സംഭവം കൊണ്ട് പറ. അത് കിട്ടില്ല, അതവിടെ എത്തുമ്പോൾ സർപ്രൈസ്. ഓക്കെ, എന്താ അടിപൊളി സ്ഥലമാണെന്ന് നോക്കുക ഗൈസ്. ഇതുവരെ ഞങ്ങൾ ഒരു ബീച്ചിൽ നിന്ന് അടുത്ത ബീച്ചിലോട്ട് വരുന്നതേ ഉള്ളു. കുട്ടലെ ബീച്ചിൽ നിന്ന് ഓം ബീച്ചിലോട്ട് വരുന്നതേ ഉള്ളു. അതും ഒരു വലിയ 2 കുന്നുകളൊക്കെ കയറിയിട്ട്. ദിസ് ഈസ് ബീച്ച് ട്രക്കിംഗ് ഗൈസ്. പക്ഷേ ഐ ആം എക്സൈറ്റഡ്. ഐ ആം എ കൈൻഡ് ഓഫ് ബീച്ച് പേഴ്സൺ. സോ അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പ്രശ്നമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഹെവി ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഡ്രസ് ബാഗ് ബൈ ഷാമൽ ബിൻ ചെയ്താണ് പിടിക്കുന്നത്. ഞാൻ ആക്സസറീസ് ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഹലോ, വാഷ്റൂമിൽ പോണോ? സുധി, വാഷ്റൂമിൽ പോണോ? അതൊക്കെ ഞാൻ റോ ആയിട്ട് എന്റെ വീഡിയോക്കകത്ത് ആഡ് ചെയ്യും. സുട്ടന്റെ ഒറിജിനൽ ഫേസ് ഞാൻ എന്റെ വ്ളോഗിലൂടെ പുറത്തു മാത്രം പറഞ്ഞോണ്ടിരുന്ന സുട്ടൻ ഇപ്പൊ അയ്യോ ഒരു ഹലോ ഗൈസ് വന്നു. ഞങ്ങൾ ഓം ബീച്ചിലേക്ക് പോവുകയാണ്. അവിടാണ് ഓം. അങ്ങനെ ഫൈനലി ഇത് ഞങ്ങൾ ഓം ബീച്ചിനടുത്ത് എത്തി കേട്ടോ. ഓം ബീച്ചിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിഫ്രഷ്മെൻറ്റ് ബ്രേക്ക് എടുത്ത് കരിക്കും ഐസ്ക്രീമും ഒക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് എനർജി ആയിട്ടാണ് പിന്നെ അങ്ങോട്ട് താഴേക്ക് പോയത്. പിന്നെ ഈ ഒരു ട്രക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബീച്ച് അവിടുന്ന് ഒരു എന്താ പറയുക ട്രക്ക് ചെയ്ത് മുകളിൽ ചെന്ന് നടന്ന് പിന്നെ അടുത്ത ബീച്ചിലേക്ക് താഴേക്ക് ഇറങ്ങാം, പിന്നെ ആ ബീച്ചിൽ നിന്ന് അടുത്ത് മുകളിലേക്ക് ഇറങ്ങാം. അങ്ങനത്തെ ഒരു സംഭവം ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ട്രക്ക് ചെയ്ത് ക്ഷീണം മാറ്റാൻ എല്ലാവരും വന്ന് റിലാക്സ് ചെയ്യുന്ന താഴെയായിരുന്നു. പക്ഷേ ഇവൻ എന്തിനാണ് ഈ മുകളിൽ കയറി റിലാക്സ് ചെയ്തതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഷാമിൽ ബിൻ സെയ്ദ്, ഇഫ് യു ആർ സീയിങ് ദിസ് വീഡിയോ എന്തുകൊണ്ടാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഞങ്ങളിപ്പം ഓം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് സംഭവം മീൻസ് ഞങ്ങളിവിടെ ഡ്രോൺ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പം ഒരു ടീം പറഞ്ഞു ഇവിടെ ഡ്രോൺ ഷോട്ട് എടുക്കാൻ പാടില്ല എന്ന്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ വേറൊരിടത്ത് പോയിട്ട് അടുത്ത് ചോദിച്ചാലോ എന്ന് ആലോചിക്കുക. കാരണം ഞാൻ കണ്ട വ്ളോഗുകളിൽ എല്ലാം ഡ്രോൺ ഷോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 11 മണിയാണ് ഗൈസ്. ഈ നട്ടുച്ച വെയിലത്ത് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ. പക്ഷെ ബീച്ചിൽ ഇറങ്ങി കളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഷൂ ആണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് പറ്റത്തില്ല. ഷാമിലൊക്കെ അങ്ങ് പോയി. ആശയും മൈസൂർക്ക് വരുന്നു. ഞാൻ ഇങ്ങനെ മീ ടൈമൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് വ്ളോഗൊക്കെ എടുത്ത് നടക്കുകയാണ് ഗൈസ്. പക്ഷെ ഇവിടെ നൈസാട്ടോ. ഇഫ് യു ആർ എ ബീച്ച് പേഴ്സൺ ഡെഫിനറ്റ്ലി ഈ ഒരു ട്രക്കിങ് റിയലി അടിപൊളിയാണ്. വെയിൽ കൊണ്ട് കരിയാൻ ഓക്കെ ആയിട്ടുള്ള എല്ലാവരും ഈ ട്രക്കിങ്ങിന് വരണം കേട്ടോ. ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഡ്രോണിൻ്റെ എല്ലാ ബാറ്ററിയും ചാർജ് ചെയ്ത് വെച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഓം ബീച്ചിൻ്റെ ഡ്രോൺ ഷോട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ട്. പക്ഷേ അവിടെ ചെന്ന് ഞങ്ങൾ ഡ്രോൺ പറത്താൻ പോയപ്പം അവിടുത്തെ ലോക്കൽസ് തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഡ്രോൺ പറത്താൻ പാടില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ ഒരുപാട് വ്ളോഗ്സും ഒരുപാട് വീഡിയോസൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഡ്രോൺ ഷോട്ടൊക്കെ ഞാൻ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ഡിസപ്പോയിൻമെൻറ്റ് പാർട്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ
ഓൾറെഡി പറഞ്ഞില്ലേ ഞങ്ങൾ ഡ്രോണൊക്കെ ഫുള്ളി ചാർജ് ചെയ്ത് ഇതിന് മുമ്പൊന്നും ഡ്രോൺ ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ബീച്ചിൻ്റെ ഡ്രോൺ ഷോട്ട് എടുക്കണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ വന്നതാണ്. പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായി. പിന്നെ ഈ ബീച്ചിന് ഓം ബീച്ച് എന്ന് പേര് വരാൻ കാരണം അതിൻ്റെ ആ ഒരു യുണീക്ക് ഷേപ്പ് കൊണ്ടിട്ടാട്ടോ. ഈ കാണുന്നത് അതിൻ്റെ സെക്കൻഡ് സെമി സർക്കിളാണ്. അതായത് നമ്മുടെ ഓം ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിലാണ് ഈ ബീച്ച് ഉള്ളത്. അതിൻ്റെ ഏരിയൽ വ്യൂ അങ്ങനെയാണ്. പിന്നെ ഓം ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഹാഫ് മൂൺ ബീച്ചിലേക്കാണ്. ഹാഫ് മൂൺ ബീച്ചും പാരഡൈസ് ബീച്ച് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങോട്ട് പോകുമ്പോൾ റൂട്ട് ടഫ് ആയി തുടങ്ങി. സ്ഥലമുണ്ട്. നമ്മളിങ്ങനെ ക്ലിഫിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാം. പക്ഷെ താഴെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ബീച്ച് നിലത്ത് കാല് നേരെ വെള്ളത്തില് അതവിടെ നോക്കി നടക്കണം കേട്ടോ. ഭാവന ഗൈസ് ഇവിടെ നോക്കൂ ചേച്ചി. ഹായ്. ഈ ഒരു ചെറിയ വഴിയേ ഉള്ളൂ. ഇപ്പം അതിനകത്തിരുന്നേരെ ഓരോ ബീച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ട്രക്കിങ് കുറച്ച് ടഫായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഹാഫ് മൂൺ ബീച്ചിലേക്കുള്ള ആ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റൂട്ടുകളാണ്. അതായത് മാക്സിമം ഒരാൾക്ക് അറ്റ് എ ടൈം നടക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റൂട്ടായിരുന്നു അത്. പിന്നെ ആ കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഇതാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത്രയും നേരം ചുറ്റിനും മരങ്ങളും ആ ഒരു കുഞ്ഞു വഴിയാണ്. ആ കുഞ്ഞു വഴി അങ്ങോട്ട് ഇറങ്ങി വന്ന് കാണുന്നത് നമ്മൾ ഈ ഒരു കിടിലം സീൻ്റെ ഒരു വ്യൂ ആണ്. പിന്നെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നിൽക്കാൻ. കാരണം അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലും തോലും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ ജീവനൊക്കെ അങ്ങ് നമ്മൾ താഴെ എത്തുന്നതിന് മുമ്പ് മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിലേക്കൂടെ നടക്കുമ്പോഴും ആദ്യമേ അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞു വഴിയാണ്. ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വീഴുന്ന ഒരാളാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ മതി ഞാനങ്ങ് വീഴും. അതുകൊണ്ട് തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നോക്കിയാണോ വരുന്നേ ആൻഡ് നോക്കി തന്നെയാണ് വന്നത്. നോക്കിയപ്പോഴത്തേക്ക് അവൻ ഇവിടെ വന്ന് നൈസായിട്ട് റെസ്റ്റ് എടുക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ എത്തിയത് ഹാഫ് മൂൺ ബീച്ചിലേക്കാണ്. ആൻഡ് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ച്. നൗ വി ആർ അറ്റ് ഹാഫ് മൂൺ ബീച്ച്. ഹാഫ് മൂൺ ബീച്ചിൽ നിന്ന് ചെറുതായിട്ടൊരു ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പാരഡൈസ് ബീച്ചിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടയർഡെന്ന് വെച്ചാൽ നല്ല ടയർഡായി. പക്ഷെ അത് കഴിച്ച ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ചത് എഗ് ഫ്രൈഡ് റൈസും പ്രോൺസ് ഫ്രൈഡ് റൈസും ഒക്കെയാണ്. അപ്പം അതിനായിട്ട് നൈസായിരുന്നു. കോലം കണ്ടില്ലേ നോക്കാം. ആദ്യത്തെ കുട്ട്ലി ബീച്ചിൽ നിന്ന് നെക്സ്റ്റ് ടു ഓം ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്കും ആക്ച്വലി ഞാനിങ്ങനെ ഷാമിലിൻ്റെ അടുത്തും ഒക്കെ ചോദിച്ചു, ഇതാണോ ഹാർഡ് ടെറൈനുള്ള ട്രെക്കിംഗ് എന്നൊക്കെ പറയുന്നത്. എൻ്റെ അമ്മോ, അതങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ടുള്ള ടെറൈൻസ് വാസ് ടു ഹാർഡ് ഗൈസ്. ഓം ബീച്ചിൽ നിന്ന് ഹാഫ് മൂൺ ബീച്ചിലേക്ക് കുറച്ച് ടഫായിരുന്നു. ഈ ഹാഫ് മൂൺ ബീച്ചിൽ നിന്ന് പാരഡൈസ് ബീച്ചിലേക്ക് നല്ല അധികം ടഫായിരുന്നു. ആൻഡ് ഫ്രം പാരഡൈസ് ടു ബലക്കൻ വാസ് എൻ്റെ ഗൈസ്. നിങ്ങൾക്കത് കാണാൻ വഴിയേ. ഇപ്പം ആക്ച്വലി നമ്മളൊരു കുഞ്ഞിറക്കം കാണാൻ വിചാരിക്കും ഓക്കെ ഇത് ഇവിടെ ഇപ്പം പാരഡൈസ് ബീച്ച് എത്തും. അല്ല, അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു വലിയ കുന്ന് പോലത്തെ കയറ്റം കയറി പിന്നെ ഒരു ഇറങ്ങിയാലേ നമ്മൾ അടുത്ത ബീച്ചിലേക്ക് എത്തത്തുള്ളൂ. പിന്നെ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും നല്ല ടയേർഡായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അമ്മാതിരി കൊട്ട വെയിലത്താണ് ഞങ്ങൾ ഈ ട്രക്ക് ചെയ്യുന്നത്. ഇപ്പം ഏകദേശം ഒരു 1 മണി 2 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അറിയാലോ ആ ഒരു സമയത്തെ വെയിലെന്ന് പറയുന്നത് അൺസഹിക്കബിളായിരുന്നു. ഈ ഒരു വഴിയുണ്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായാൽ താഴെ ഡെഫിനറ്റ്ലി പോയി വീഴും. താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈയും കാലും ഒക്കെ ഒടിയുന്ന ടൈപ്പ് ഓഫ് ആ ഒരു റൂട്ടായിരുന്നു നമ്മുടെ ഹാഫ് മൂൺ ബീച്ചിൽ നിന്ന് പാരഡൈസ് ബീച്ചിലേക്കുള്ളത്. അങ്ങ് താഴേന്ന് ശ്രദ്ധിച്ചിട്ട് നടന്നു വരുന്നത് കണ്ടോ, അങ്ങനത്തെ കയറ്റങ്ങളൊക്കെയാണ് കയറേണ്ടത്. പിന്നെ ഇവിടെ അവർ പാരഡൈസ് ഈസി റോഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. അവരുദ്ദേശിച്ച ഈസി റോഡ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ ഒരു വഴിയാണ് അവർ പാരഡൈസ് ഈസി റോഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു ഇറക്കറിയും കഴിഞ്ഞാൽ ഇപ്പോൾ ബീച്ചെന്ന് എത്തുമെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ എത്തില്ല, കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നേരം കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനൊരു വ്യൂ ഒക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറത്താണ്. ഫുൾ ഓഫ് കല്ലും മണ്ണും എന്താ പറയുക, കയറ്റവും ഇറക്കവും ഒക്കെയുള്ള റൂട്ടിൽ കൂടെ ആയിരുന്നു ഞങ്ങളുടെ ആ ഒരു ഫുൾ ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഇറങ്ങി ചെല്ലുന്നത് പാരഡൈസ് ബീച്ചിലേക്കാട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ ഇവിടെ റെസ്റ്റ് എടുത്ത്. കാരണം അതിന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരേപോലെ ടയേർഡായി. അവിടെ ചെന്ന് അവിടെ ഒരു തണലുള്ളൊരു സ്ഥലം കിട്ടി. ഞങ്ങൾ അവിടെ കുറേയധികം നേരം സമാധാനമായിട്ടിരിക്കുകയായിരുന്നു. കുറേയധികം നേരം സമാധാനമായിട്ട് ഇരുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് ഹൈപ്പർ ആവുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്താ പറയുക, ആ കല്ലിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ കയറി അങ്ങ് പോകാനൊക്കെ തോന്നി. ഷാമിൽ പോകുന്ന കണ്ട് ഞാനും അവൻ്റെ പുറകിൽ പോയി. കൂടെ റോഷനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ റെസ്റ്റ് ചെയ്യാനിരുന്ന സ്ഥലം വാസ് സോ പീസ്ഫുൾ. നല്ല മരത്തിൻ്റെ തണലൊക്കെ ആയിട്ട് ഞങ്ങൾ ആശയൊക്കെ ഏകദേശം ആ ഒരു ടൈമിൽ പവർ നാപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മാതിരി പീസ്ഫുൾ സ്ഥലമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാണ്ട് എന്തിനാണ് ഇങ്ങനെ പോയതെന്ന് ഇപ്പോഴും എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവിടെ പോയത് ദാറ്റ് വാസ് റിയലി വർത്ത് ഇറ്റ് ഗൈസ്. സംഭവം എന്ന് വെച്ചാൽ അവിടെ ആ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ ബീച്ച് വന്ന് അടിക്കും, അതൊക്കെ നൈസായിരുന്നു. പിന്നെ ഞങ്ങൾ 3 നേരം അവിടെ പോയി നിന്നിട്ട് ടൈറ്റാനിക്കൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കടലാണ്. ആ കല്ലിൻ്റെ അപ്പുറത്ത് വീണ് കഴിഞ്ഞാൽ നമ്മളെ പൊടി പോലും നമുക്ക് കിട്ടൂല, അമ്മാതിരിയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ അവിടെ പോയി നിന്ന് കുറേ അധികം നേരം എന്താ പറയുക ടൈറ്റാനിക്കും ഒക്കെ കളിച്ചിട്ടുണ്ടായി. ദാറ്റ് വാസ് സോ ഗുഡ്. അതൊരു കോർ മെമ്മറി ആയിരുന്നു. പിന്നെ തിരിച്ച് വന്ന് കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ട് ഞങ്ങളുടെ ട്രെക്കിങ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ഫ്രം പാരഡൈസ് ബീച്ച് ടു ബലക്കൻ ബീച്ച്. ആക്ച്വലി ഈ പാരഡൈസ് ബീച്ച് കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര സമാധാനമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലുക്ക് കണ്ടില്ലേ, നമ്മൾ നടന്നിറങ്ങി വരുമ്പം നമുക്ക് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എത്രത്തോളം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ നേരിട്ട് ദാറ്റ് വാസ് സോ ഗുഡ്. പാരഡൈസ് ബീച്ച് ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ബീച്ചായിരുന്നു. ആൻഡ് ഞങ്ങളുടെ ട്രെക്കിങ്ങിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരൊന്നായിരുന്നു ഈ പാരഡൈസ് ബീച്ചിൽ നിന്ന് ബലക്കൻ ബീച്ചിലേക്ക് പോയൊരു ആ റൂട്ട്. ശരിക്കും ടയർഡ് അങ്ങേറ്റമായി. യു സെഡ് ഗോകറിന് പെട്ടെന്ന് തീരുമെന്ന്. ഞങ്ങൾ രാവിലെ 8:30 തുടങ്ങിയ ട്രക്കാണ്. ഇപ്പോൾ സമയം 3 മണിയായി, ഇതുവരെയും തീർന്നില്ല. കരിഞ്ഞുണങ്ങി. ഓ മൈ ഗോഡ്. നല്ല ഹെവി ട്രക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് ട്രക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടക്കാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ വന്നത്. പക്ഷെ നല്ല ടയർഡായിരുന്നു. ബ്രീത്തിങ് 2 വാക്ക് ഗോകറിനെ പറ്റി. കയറ്റാണോടാ? ഫൈനലി വി റീച്ച് ബലക്കൻ ബീച്ച്. ഒന്ന് കാണിച്ചു കൊടുക്കൂ. ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഫൈനലി ബലക്കൻ ബീച്ച് എത്തിയിരിക്കുന്നു. ഇനി ഞങ്ങൾ നേരെ സ്റ്റേയിൽ പോകുന്നു, ബാഗ് വെക്കുന്നു, തിരിച്ചു വരുന്നു, കടലിറങ്ങി കുളിക്കുന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ. ആൻഡ് ഫൈനലി ഇത് ഞങ്ങളുടെ ബീച്ച് ട്രെക്കിങ്ങിൻ്റെ ലാസ്റ്റ് ബീച്ചായ ബലക്കൻ ബീച്ചിലേക്ക് എത്തി. ഈ പട്ടി വരുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കടിക്കാനായിരിക്കും എന്നാ. പക്ഷേ അല്ല, അവിടെ എന്തോ വേറെ ടീംസുമായിട്ട് അടി ഉണ്ടാക്കാൻ പോവാം. ഈ നടന്ന് പോകുന്നത് ഒരു പുഴയുടെ മുകളിൽ കൂടെ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. ഉണക്കായതുകൊണ്ട് പുഴയൊക്കെ ഉണങ്ങിപ്പോയി ഗൈസ്. ഫൈനലി ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ സ്റ്റേൻ്റെ മുമ്പിലെത്തി. കുറച്ചധികം നേരം ഇവിടെ ഇരുന്നപ്പോൾ കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാവുന്നതിൽ അപ്പുറത്തായിരുന്നു. ആൻഡ് ഇന്നത്തെ ബീച്ച് ട്രെക്കിങ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ബീച്ചിൽ കളിക്കാനൊക്കെ പോയി, അതൊക്കെ കണ്ടിട്ടോ കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. Hello guys, we are back with cameraman വർഷയോടൊപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വെച്ചാൽ ഞങ്ങളുടെ സ്റ്റേയിലാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റേ. ഇതാണ് ഞങ്ങളിന്ന് ബീച്ച്. ഞങ്ങളുടെ സ്റ്റേയുടെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ബീച്ച് കാണാൻ പറ്റും. സോ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ബീച്ചിലേക്കാണ്. എന്തിന്? കുളിക്കാൻ പോകുന്നു. ബീച്ചിൽ ഏറുപന്ത് കളിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു കിടിലൻ സൺസെറ്റൊക്കെ കിട്ടി. ബീച്ചിൽ കിടന്ന് അറുമതിച്ച് ഞങ്ങൾ വന്ന് കുളിച്ച് ഫ്രഷായി. ഞങ്ങളെ കിടിലൻ ഫ്രൈഡ് റൈസും പിന്നെ മീൻ പൊരിച്ചതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ ഗോകർണ ഡേറ്റ് ഇവിടെ കഴിയാട്ടോ. ഡേറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.